ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു പ്രഭാതം കൂടെ കർത്താവ് നൽകിയത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 38 അധ്യായമാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിൻ്റെ അകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതായിരിക്കുന്ന വിഷയം ജോസഫിൻ്റെ ജീവിതത്തെക്കുറിച്ചായിരുന്നു. യോസഫ് ഒരു സ്വപ്നം കാണുകയും അത് മുഖാന്തരം തന്നോട് ശത്രുത തോന്നിയതായിരിക്കുന്ന സഹോദരന്മാർ തന്നെ വിറ്റ് കളഞ്ഞതായിരിക്കുന്ന ഒരു പശ്ചാത്തലമായിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇനി നമ്മൾ 38 അധ്യായത്തിലേക്ക് വന്നു കഴിയുമ്പോൾ 37 അധ്യായത്തിൻ്റെ അകത്ത് ഫറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന അകമ്പടി നായകനായിരുന്ന പോത്തിഫറിന് ജോസഫിനെ വിറ്റു എന്ന് പറഞ്ഞ അധ്യായം തീർന്നിട്ട് 38 അധ്യായത്തിൻ്റെ അകത്ത് തികച്ചും വ്യത്യസ്തമായിരിക്കുന്ന ഒരു വിഷയമാണ് യഹൂദയുടെ തൻ്റെ സഹോദരനായ ജോസഫിൻ്റെ സഹോദരനായ യഹൂദയുടെ ഒരു പാപമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ 39 അധ്യായം എന്ന് പറയുന്നത് 37 അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം 39 അധ്യായം നമ്മൾ അടുത്ത ദിവസം പഠിക്കുമ്പോൾ നമുക്ക് കാണാം. 39 അധ്യായം തുടങ്ങുമ്പോൾ അവിടെ യോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയെന്നും പോത്തിഫർ ആ ഒരു മിസ്രൈമിൻ ഇവനെ വിലയ്ക്ക് വാങ്ങി എന്നൊക്കെ പറഞ്ഞാണ് വീണ്ടും ആ അധ്യായം തുടങ്ങുന്നത്. അതുകൊണ്ട് 37 കണ്ടിന്യൂഷനാണ് 39 എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ ഈ 38 അധ്യായം ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്നിരിക്കുന്നത് നമ്മൾ വിചാരിക്കും അതിനകത്തൊരു കണ്ടിന്യൂഷൻ ഇല്ല എന്ന് നമുക്ക് തോന്നും. എങ്കിലും വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു അധ്യായമാണ് ഈ 38 അധ്യായം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 39 അധ്യായത്തിലേക്ക് 37 നല്ലവനായിരിക്കുന്ന ഒരു യോസഫിനെ നമ്മൾ കണ്ടു. ഒരു കുറ്റവും പറയാതെ പാപമൊന്നും ചെയ്യാത്ത ജോസഫിനെ കണ്ടു. 39 ഇനി നമ്മൾ വരുമ്പോഴും പോത്തിഫറിൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്നുമൊക്കെ മുന്നോട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. പാപത്തെ തൊടാൻ ആഗ്രഹിക്കാത്ത അല്ലെ പാപം ഒരു പേർ പോലും പറയുവാൻ ആഗ്രഹിക്കാത്ത ഒരു ജോസഫിനെ നമുക്ക് വരുന്ന അധ്യായങ്ങളിൽ കാണുമ്പോൾ 38 അധ്യായത്തിൻ്റെ അകത്ത് പാപപങ്കിലമായിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത യഹൂദ തൻ്റെ സഹോദരനെ ഇവിടെ കാണാം. അപ്പോൾ 2 തരത്തിലുള്ളതായിരിക്കുന്ന സ്വഭാവങ്ങൾ 38 39 ഒക്കെ ആയിട്ട് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് അവിടെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ആദ്യം ചിന്തിച്ചപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തിനിങ്ങനെ ഒരു അധ്യായം എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാം നമ്മൾ പഠിച്ചു വരുമ്പോൾ. പക്ഷേ എങ്കിലും ദൈവം വെച്ചിരിക്കുന്നതായിരിക്കുന്ന ചില ക്രമീകരണങ്ങൾക്ക് അതിൻ്റേതായിരിക്കുന്ന ഉദ്ദേശമുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നല്ലവനായിരിക്കുന്ന ജോസഫ് ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ആ പാപത്തിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞു കൊടുത്ത യഹൂദ മറു സൈഡിൽ നിൽക്കുന്നു. ആ യഹൂദയുടെ പാപത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം, യഹൂദ എങ്ങനെയാണ് പാപത്തിലേക്ക് വഴുതിപ്പോകുന്നത് അല്ലേ? നമുക്ക് തുടക്കത്തിലേ നമ്മൾ കണ്ടു, കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടു, യഹൂദയാണ് തൻ്റെ സഹോദരനെ കൊല്ലണ്ട, ജോസഫിനെ കൊല്ലണ്ട, അവന് നമുക്ക് സഹോദരന്മാർക്ക് ഇനി വേറൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, അതുകൊണ്ട് ഇവർക്ക് മിസ്രൈമ്യർക്ക് വിറ്റ് കളയാമെന്നൊക്കെ പറഞ്ഞ് അവനെ വിൽക്കുവാൻ തക്കവണ്ണം തുടക്കമിടുന്നതായിരിക്കുന്ന വ്യക്തി യഹൂദയാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ കാണുന്നത് തൻ്റെ ജീവിതത്തിൽ വന്ന വലിയ ഒരു പാപമാണ്. അങ്ങനെ യഹൂദ അവിടെ പറയുന്നുണ്ട്, തൻ്റെ സഹോദരന്മാരെയെല്ലാം വിട്ട് ഒരു അതുല്യനായിരിക്കുന്ന ഒരു വ്യക്തി, അവൻ്റെ പേരാണ് ഹീര എന്നുള്ളതായിരിക്കുന്ന ഒരാളുടെ അടുക്കൽ വന്നു. ഒരു പക്ഷേ തൻ്റെ ആ ഒരു ബിസിനസ്സുമായിട്ടോ അല്ലെങ്കിൽ തൻ്റെ അന്നത്തെ വ്യാപാരമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കാം ഒരു പക്ഷേ അവിടെ വന്നത്. എന്തായാലും ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കനാന്യനായിരിക്കുന്ന ആ വ്യക്തിയുടെ മകളെ കണ്ടു, അവളെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവളെ കല്യാണം കഴിച്ച് അവിടെ പാർക്കുകയാണ് ഈ യഹൂദ ചെയ്യുന്നത്. അപ്പോൾ അവൾ ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. 1ാമത്തെ മകന് എന്ന് പേരിട്ടു. 2ാമതും മകനുണ്ടായി, അവന് ഒനാൻ എന്ന് പേരിട്ടു. 3ാമതും ഒരു മകനുണ്ടായി, അവന് ശേല എന്ന് പേരിട്ടു. അങ്ങനെ യഹൂദയ്ക്ക് ആ കനാന്യ സ്ത്രീയിൽ നിന്ന് 3 മക്കളുണ്ടായി, ഒനാൻ, ശേല. അങ്ങനെ ആ 3 മക്കളുമായിട്ട് ഇങ്ങനെ ജീവിച്ച് ഇരിക്കുന്നതായിരിക്കുന്ന സമയത്ത് അവിടെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിരിക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന കാര്യമുണ്ട്. നമുക്ക് വേറെ എങ്ങും ഇത്രയും ക്ലിയറായിട്ട് നമുക്ക് കാണാൻ കഴിയാത്തതുപോലെ എഴുതി വെച്ചിരിക്കുന്നതായിരിക്കുന്ന ഒരു പ്രത്യേക കാര്യം അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ 7ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്,
6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹൂദ തൻ്റെ ആദ്യ ജാതനായിരിക്കുന്ന ഏർ എന്ന മകന് വേണ്ടി താമാർ എന്നു പേരുള്ളതായിരിക്കുന്ന ഒരു ഭാര്യയെ എടുത്തു. അപ്പോൾ കനാനി സ്ത്രീയിൽ ജനിച്ചതായിരിക്കുന്ന മകനാണ് ഏറിന് വേണ്ടിയിട്ട് താമാർ എന്നു പേരുള്ള ഒരു സ്ത്രീയെ, അതായത് അവളും ആ ഒരു വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയായിരിക്കും. അപ്പോൾ അവളെയും അവിടെ ഭാര്യയായിട്ട് എടുത്തു എന്ന് കാണുവാനായിട്ട് കഴിയും. പക്ഷേ 7-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹൂദയുടെ ആദിജാതനായിരുന്ന യഹോവയ്ക്ക് അനിഷ്ടനായിരുന്നതുകൊണ്ട് യഹോവ അവനെ മരിപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവം മരിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അതെങ്ങനെയാണ് വായിക്കുന്നത്, ദ ലോർഡ് പുട്ട് ഹിം ടു ഡെത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം അവനെ മരിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം ദൈവത്തിന് അനിഷ്ടനായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. നമ്മളിങ്ങനെയുള്ളതായിരിക്കുന്ന ഈ ഒരു വാക്ക് ഇത്രയും ഇതായിട്ടൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റിടങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഒരു ആശയത്തിലാത്ത നമുക്ക് കാണാൻ പറ്റില്ല. അനന്യാസിൻ്റെ സഫീറയുടെയും ജീവിതമുണ്ട്. അവരിങ്ങനെ പാപം ചെയ്തപ്പോൾ അവർ മരിച്ചു. അതുപോലെ തന്നെ ഉസ്സ പെട്ടകത്തെ പിടിച്ചതായിരിക്കുന്ന സമയത്ത് മരിച്ചു. അതൊക്കെ നമുക്കറിയാം. പക്ഷേ ആ ദൈവം മരിപ്പിച്ചു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് കഴിഞ്ഞ് താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്, യഹൂദ പറയുന്നുണ്ട്, അടുത്ത തൻ്റെ 2ാമത്തെ മകനായിരിക്കുന്ന ഒനാനോട് പറയുന്നുണ്ട്, മരിച്ചുപോയി, ഇനി ആ ഭാര്യയുടെ അടുക്കൽ നീ ചെല്ലണം, അവന് വേണ്ടി നീ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണം എന്നെല്ലാം യഹൂദ തൻ്റെ 2ാമത്തെ മകനായിരിക്കുന്ന ഒനാനോട് പറയുന്നുണ്ട്. കാരണം അന്നത്തെ അവിടെ പറയുന്നത് ഒരു ദേവര ധർമ്മം അനുസരിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യേഷ്ഠന്മാർ മരിച്ചു കഴിഞ്ഞാൽ ആ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ അനിയൻ വിവാഹം കഴിക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു നിയമം അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അത് അനുഷ്ഠിക്കാനാണ് അപ്രകാരം യഹൂദ ഒനാനോട് നിർബന്ധിക്കുന്നത്. പക്ഷേ എങ്കിൽ ഈ ഒനാൻ അതിന് താല്പര്യമില്ലായിരുന്നു. ഒനാൻ അങ്ങനെ ഒരു സന്തതി തൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയിൽ കൂടെ ഉണ്ടാകണമെന്നുള്ളത് തനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ദൈവവും അവനെ മാനിച്ചില്ല. അവിടെയും നമ്മൾ വായിക്കുന്നു, 10-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവൻ ചെയ്തത് ദൈവത്തിന് ഇഷ്ടമായിരുന്നതുകൊണ്ട് ഈ ഒനാനും മരിച്ചു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം അവനെയും മരിപ്പിച്ചു. അപ്പോൾ യഹൂദയുടെ 2 മക്കളും അവിടെ മരിക്കുകയാണ്. ഇനി 3-ാമതായിട്ടൊരു മോനുണ്ട്, അവൻ്റെ പേരാണ് ശേല. അപ്പോൾ യഹൂദ തൻ്റെ മരുമകളായിരിക്കുന്ന താമാറിനോട് പറയുകയാണ്, ഇനി ശേല പ്രാപ്തിയാകുവോളം, അവൻ ചെറിയ മകനാണ്, പ്രാപ്തിയാകുവോളം നീ നിൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോയി വിധവയായിട്ട് പാർക്കണം എന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അവൾ അവിടെ പോയി പാർക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാണുന്നതായിരിക്കുന്ന കാര്യം, യഹൂദയുടെ ഭാര്യ മരിക്കുകയാണ്. അപ്പോൾ യഹൂദയുടെ ഭാര്യ മരിച്ചു. അപ്പോൾ ഭാര്യ മരിച്ചതിൻ്റെ ദുഃഖമൊക്കെ മാറിയതിന് ശേഷം അവന് ഈ ഹീര, തൻ്റെ ഫ്രണ്ടായിരുന്ന ഹീര, നമ്മൾ ആദ്യം പറഞ്ഞു, അവൻ്റെ കൂടെ രോമം കത്തിരിക്കുന്നതായിരിക്കുന്ന ഒരു പരിപാടിക്ക് അവിടെ പോകുവാനായിട്ട് പോവുക. അങ്ങനെ ഈ തൻ്റെ അമ്മായിയപ്പൻ രോമം കത്തിരിക്കുന്ന ഈ ഒരു പരിപാടിക്ക് അടിയന്തരത്തിന് പോയെന്ന്, തിമ്നയ്ക്ക് പോയെന്ന് താമാർ അറിയുക. ഈ താമാറിന് ഈ കാര്യം മനസ്സിലായി. അപ്പോൾ താമാർ ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ ശേലപ്രാപ്തിയായി ശേലപ്രാപ്തിയായിട്ടും അവനെ തനിക്ക് ഭാര്യയായി തന്നില്ല എന്നുള്ളതായിരിക്കുന്ന ഒരു ദുഃഖം താമാറിൽ ഉണ്ട്. അപ്പോൾ താമാറിന് അവളുടെ മനസ്സിൽ അവളൊരു കാര്യം തീരുമാനിച്ച് അവളൊരു കാര്യം ചെയ്യുകയാണ്. അവിടെ അവളുടെ വൈധവ്യ വസ്ത്രം മാറ്റിവെച്ചു എന്നാണ് വചനത്തിൽ പറയുന്നത്. വീധവമാരിടുന്ന വസ്ത്രമൊക്കെ മാറ്റിവെച്ചിട്ട് അവളൊരു മൂടുപടം ധരിച്ച് പുതച്ച് ഈ തിമ്നയ്ക്ക് പോകുന്ന വഴിയിൽ, അതായത് തൻ്റെ അമ്മായിയപ്പൻ വരുന്നതായിരിക്കുന്ന വഴിയിൽ ഇവളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഒരു ഗോപുരത്തിൻ്റെ അവിടെ അവൾ ഇരുന്നു. അവളെ കണ്ടാൽ ഒരു വേശ്യയായിട്ട് തന്നെയാണ് അവളവിടെ ഇരിക്കുന്നത്. അവളങ്ങനെ ഒരു മൂടുപടമൊക്കെ മൂടി ഒരു വേശ്യ എന്ന് നിരൂപിക്കത്തക്കതുപോലെ അവൾ ഇരുന്നു. യഹൂദ വരുന്നതായിരിക്കുന്ന വഴി, തിമ്നയ്ക്ക് പോകുന്ന വഴിക്കാണ് ഇവൾ ഇരിക്കുന്നത്. അപ്പോൾ യഹൂദ നടന്നു വരുന്നു. യഹൂദ വരുന്ന സമയത്ത് ഇവളെ കാണുന്നു. പക്ഷേ ഇവള് തൻ്റെ മരുമകളാണ് എന്ന് യഹൂദയ്ക്ക് മനസ്സിലായില്ല. പക്ഷേ അവളൊരു വേശ്യയാണ് എന്ന് നിരൂപിച്ച് യഹൂദ അവളുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. നീ എനിക്ക് എന്ത് തരും എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിൻ്റെ അടുക്കൽ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, നീ എനിക്ക് എന്ത് തരും? അപ്പോൾ യഹൂദ പറയുന്നുണ്ട്, ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഞാൻ നിനക്കൊരു കോലാട്ടിൻകുട്ടിയെ തരാം. അപ്പോൾ അവൾ പറയുന്നു, അത് കിട്ടുവാനായിട്ട് താമസമുണ്ട്, പക്ഷേ എനിക്കതിന് വേണ്ടിയിട്ട്, അതിനു മുമ്പ് എനിക്കത് കിട്ടുമെന്നുള്ളതിന് നീ എനിക്ക് ചില അടയാളങ്ങൾ തരണമെന്ന് പറയുന്നു. അപ്പം
ഒരു പണയം, അടയാളം മീൻസ് ഒരു പണയം തരാൻ പറയുന്നു. അപ്പോൾ യഹൂദ ആ പണയത്തിന് സമ്മതിക്കുന്നു. അപ്പോൾ കൊടുത്തിരിക്കുന്ന പണയം നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് അവൻ്റെ മുദ്രമോതിരം, മോതിരച്ചരട്, കയ്യിലെ വടി, ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ഒരു വേശ്യയുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞു വെച്ചിട്ട് അവൻ അവളുമായിട്ട് അങ്ങനെ അവിടെ ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെ അവൾ ഗർഭം ധരിച്ചു എന്നാണ് വചനത്തിൽ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവൾ പിന്നെ എഴുന്നേറ്റ് പോയി മൂടുപടം നീക്കി വൈധവ വസ്ത്രം വീണ്ടും അവൾ ധരിച്ചു. അങ്ങനെയെല്ലാം കഴിഞ്ഞ് യഹൂദ പിന്നെ മടങ്ങി വരുന്നതായിരിക്കുന്ന സമയത്ത് യഹൂദ ഓർക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ആ പണയം മടക്കി വാങ്ങേണ്ട ആവശ്യമുണ്ട്. കാരണം തൻ്റെ മുദ്രമോതിരവും പിന്നെ എന്തുവാ മോതിരച്ചരടും കയ്യിലെ വടിയും എല്ലാം ആ വേശ്യ സ്ത്രീയുടെ കൈ കൊടുത്തിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ ആട്ടിൻകുട്ടിയെ കൊണ്ടുപോയി കൊടുത്ത് അവളുടെ കയ്യിൽ നിന്ന് ഈ സാധനങ്ങളെല്ലാം മടക്കി വാങ്ങുവാനായിട്ട് പറഞ്ഞ് അവിടെ ഒരാളെ അവിടെ പറഞ്ഞയക്കുകയാണ് യഹൂദ ചെയ്യുന്നത്. പക്ഷേ ഈ ആൾ പോയി കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി അവിടെ അങ്ങനെ ഒരു വ്യക്തിയില്ല, അങ്ങനെ ഒരു വേശ്യയായിരിക്കുന്ന ഒരു സ്ത്രീ ഇല്ല എന്നറിയുവാനായിട്ട് കഴിഞ്ഞു. അവിടെ അങ്ങനെ ഒരാളില്ല എന്ന് വന്ന് ആ റിപ്പോർട്ട് യഹൂദയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട് ഇനി ഒരു അപകീർത്തി ഉണ്ടാക്കാതിരിക്കാനായിട്ട് അവളുടെ കയ്യിൽ അതെല്ലാം ഇരിക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിൽ യഹൂദ എത്തുകയും ചെയ്യുന്നു. പക്ഷേ ഒരു 3 മാസം കഴിഞ്ഞിട്ട് യഹൂദ അറിയുകയാണ് തൻ്റെ മകള് താമാർ പരസംഗം ചെയ്തു, അവളിപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നു. അങ്ങനെ ആ ഒരു അറിവ് യഹൂദയ്ക്ക് കിട്ടിയപ്പോൾ അവളെ ചുട്ടുകളയണം, അവളെ പുറത്തു കൊണ്ടുവരുവാൻ പറഞ്ഞ് അവിടെ സംസാരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ അവളെ പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ അവൾ എന്താ ചെയ്യുന്നത്, അവൾ അമ്മായിയപ്പൻ്റെ അടുക്കൽ ആളയച്ച് അവിടെ പറയുന്നുണ്ട്, ഈ മുദ്രമോതിരവും മോതിരച്ചരടും വടിയും ആർക്കാണുള്ളതെന്ന് നോക്കി അത് അറിയണം എന്ന് പറയുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ യഹൂദയ്ക്ക് മനസ്സിലായി ഇത് തൻ്റേതാണ്. അപ്പോഴാണ് കാര്യം മനസ്സിലായത്, അയ്യോ താനൊരു അബദ്ധത്തിലാണല്ലോ ചെന്ന് പെട്ടത്, തൻ്റെ മരുമകളുടെ അടുക്കലായിരുന്നു താൻ ചെന്ന് പെട്ടത് എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം അപ്പോഴാണ് യഹൂദയ്ക്ക് അവിടെ മനസ്സിലാകുവാനായിട്ടിടയായി തീർന്നത്. എന്തായാലും അവൾ പ്രസവിക്കുകയാണ്. പ്രസവകാലം തികഞ്ഞപ്പോൾ 2 ഇരട്ട പിള്ളകൾ പുറത്തു വരുന്നു. അപ്പോൾ അവൾ പ്രസവിക്കുമ്പോൾ ഒരു പിള്ള കൈ പുറത്ത് നീട്ടി. അപ്പോൾ സൂതികർമ്മിണി ഒരു ചുവന്ന നൂലെടുത്ത് അവൻ്റെ കൈക്ക് കെട്ടി, ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ കൈ പിന്നെയും അകത്തേക്ക് വലിച്ചു. അപ്പോൾ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. നീ ഛിദ്രമുണ്ടാക്കിയത് എന്ത് എന്നവൾ പറഞ്ഞു. അതുകൊണ്ട് അവന് പെരസ് എന്ന് പേരിട്ടു. 2ാമത്തെ മകൻ വന്നു, അവന് സേരഖ് എന്നും പേരിട്ടു. അപ്പോൾ അങ്ങനെ താമാറിൽ യഹൂദയ്ക്ക് തൻ്റെ മരുമകളായിരിക്കുന്ന താമാറിൽ ജനിക്കുന്ന 2 മക്കളാണ് പെരസും സേരഖും. ഇത് പറഞ്ഞാണ് ഈ 38 അധ്യായം അവസാനിക്കുന്നത്. ഇനി ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ അകത്ത് യേശു കർത്താവിൻ്റെ വംശാവലി പറയുമ്പോൾ ഈ യഹൂദയും താമാറും പെരസും സേരക്കും ഇത് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കുന്ന ഒരു വംശാവലിയാണ് അവിടെ നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ഇതിലെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു കർത്താവ് അല്ലെ ആ വന്നത്, ആ ജനിച്ചത് ഈ ഇങ്ങനെ ഒരു പാപം നിറഞ്ഞ അല്ലെ യഹൂദയെക്കുറിച്ച് പറയുമ്പോൾ യഹൂദ രാജവംശം അല്ലെങ്കിൽ യഹൂദ ആ രാജകീയമായിരിക്കുന്ന ഒരു അവസ്ഥ മാത്രമാണ് നമ്മളൊരു പക്ഷേ ചിന്തിക്കുന്നത്. പക്ഷേ എങ്കിൽ യഹൂദയുടെ ഈ പാപം പലപ്പോഴും നമ്മൾ പറയുമ്പോൾ നമ്മൾ അധികം അത് എടുത്ത് നമ്മൾ സംസാരിക്കാറില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ കർത്താവ് വന്നത് ഈ യഹൂദ വംശത്തിലാണ് അല്ലേ. ഈ ഒരു വംശാവലി ഇവരുടെ എല്ലാം പേരെടുത്ത് പറയാൻ അവിടെ ദൈവം മടിക്കുന്നില്ല അല്ലേ. പരിശുദ്ധാത്മാവ് അവിടെ അതിന് മടിക്കുന്നില്ല, ദൈവം തമ്പുരാൻ മടിക്കുന്നില്ല. കാരണം ആ ഒരു പാപമറിയാത്തതായിരിക്കുന്ന നമ്മുടെ കർത്താവ് പാപമാക്കപ്പെട്ടു എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടിയാണിത് ചെയ്തത്. ആ പാപമായിരിക്കുന്ന അവസ്ഥയിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടവനായി തീരുക, ആ പാപം മുഴുവൻ വഹിച്ച് ഒഴിച്ച് ഹല്ലേലൂയ നമുക്ക് വേണ്ടി കർത്താവ് മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവ് വന്നതായിരിക്കുന്ന ഈ ഒരു വംശം, ഇതിൻ്റെ ഇങ്ങനെയും ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇതിൻ്റെ പിന്നിലെല്ലാം കാണുന്നത് പാപിയായിരിക്കുന്ന മനുഷ്യനോടുള്ളതായിരിക്കുന്ന നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ നിസ്തുല്യ സ്നേഹമാണ്. പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ നിസ്തുല്യ സ്നേഹമാണ് പുത്രനെ ഇങ്ങനെ ജനിപ്പിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഇങ്ങനെ ജനിച്ച് ഭൂമിയിലേക്ക് പിറന്നു വീഴുവാൻ തക്കവണ്ണം ദൈവത്തിന് മനസ്സായി. നമുക്ക് വേണ്ടി ആ പാപമറിയാത്ത കർത്താവ് ഹല്ലേലൂയ പാപമാക്കപ്പെട്ടു. ഇങ്ങനെ ഒരു വംശാവലി
കർത്താവിൻ്റെ ആ വംശാവലി ഇങ്ങനെ ഒന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ നമ്മൾ അറിയേണ്ടതായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് തികഞ്ഞ ദൈവസ്നേഹമാണ്. ഹല്ലേലൂയ. പാപമറിയാത്ത ദൈവം പാപിയായിരിക്കുന്ന മനുഷ്യനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലെ കാര്യമെന്നുള്ളത് നമ്മൾ മറന്നു പോകുവാനായിട്ട് ഇടയായി തീരരുത്. യഹൂദയെക്കുറിച്ച് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോഴും ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിട്ട് കൂടെയും ആ വംശത്തിൽ കർത്താവ് പിറക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ രാജകീയമായിരിക്കുന്ന ആ ഒരു പദവികളൊക്കെ മറു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെയും ഇങ്ങനെയുള്ളതായിരിക്കുന്ന അവസ്ഥകളിലും പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാനായിട്ട് കർത്താവ് അതൊരു കുറവായിട്ട് ദൈവം വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലെ ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തികഞ്ഞ ദൈവസ്നേഹത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ 37-നും 39-നും ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ്, അല്ലേ, ജോസഫിൻ്റെ ജീവിതത്തിൻ്റെ 37-ലും ജോസഫിൻ്റെ ജീവിതം, 39-ലും ജോസഫിൻ്റെ ജീവിതം. എന്നാൽ 38-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഇവിടെ ഈ ഒരു കാര്യം അവിടെ നിർത്തിയിരിക്കുന്നതിൻ്റെ പിന്നിലെ മനോഹാരിത ഇപ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കിയതുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. കേൾപ്പിച്ച വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ഇത് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി സമർപ്പിക്കുന്നു. ആമേൻ.